ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി 11 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ആശ്വാസദായകനായ ക്രിസ്തുവിൻ്റെ സ്നേഹാർദ്രമായ വാക്കുകളാണ് ഈ വേദഭാഗം. ജീവിതഭാരം ചുമന്ന് തളരുന്നവർക്ക് സാന്ത്വനവും ആശ്വാസവും ലഭിക്കുവാൻ കഠിന പ്രയത്നങ്ങളോ സാമ്പത്തിക ചിലവുകളോ സ്വയപീഡനങ്ങളോ ഒന്നും കർത്താവ് നിർദ്ദേശിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നാണ് സ്നേഹ ഇടയൻ്റെ വാക്കുകൾ. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. 1. എന്താണ് ക്രിസ്തുവിൻ്റെ നുകം? കാർഷിക വൃത്തിക്കായി 2 മൃഗങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നുകം. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക, അവൻ്റെ ഉപദേശങ്ങൾ പിന്തുടരുക, അവനോട് ചേർന്ന് നടക്കുക എന്നൊക്കെയാണ് ക്രിസ്തുവിൻ്റെ നുകം വഹിക്കുക എന്നതിൻ്റെ അർത്ഥം. ശക്തിയുള്ളതും ശക്തി കുറഞ്ഞതുമായ മൃഗങ്ങളെ കർഷകർ ഒരേ നുകത്തിൻ കീഴിൽ ചേർത്ത് കെട്ടാറുണ്ട്. ശക്തിയുള്ള മൃഗം കൂടുതൽ ഭാരം വഹിച്ച് മുന്നേറുമ്പോൾ ശക്തി കുറഞ്ഞ മൃഗം തളർന്നു പോകാതെ ഭാരം വഹിക്കുവാൻ പഠിക്കും. നമ്മോടൊപ്പം അത്താണിയായി സർവശക്തനായ കർത്താവ് ഉള്ളതുകൊണ്ടാണ് ജീവിതഭാരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മൾ തളർന്നു പോകാത്തത്. ഗലാത്യലേഖനം 5:1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്വത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പാപത്തിൻ്റെ അടിമ നുകത്തിൻ്റെ കീഴിൽ നിന്നും വിടർത്തി തൻ്റെ സ്നേഹകരങ്ങൾക്ക് കീഴിൽ ക്രിസ്തു നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് നമ്മോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ജീവിത ഭാരത്താൽ തളർന്നു പോകാതെ ഇന്നും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത്. നടന്നതല്ല, കൈപിടിച്ച് നടത്തിയതാണ്. നിന്നതല്ല, കൈപിടിച്ച് നിർത്തിയതാണ്. എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ നുകത്തിൻ കീഴിൽ നിൽക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ലൂക്കോസ് 9 അധ്യായം 23 വാക്യം. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സമർപ്പണത്തോടും ആശ്രയബോധത്തോടും ക്രിസ്തുവിനെ പിന്തുടരുന്നതിനെ പറ്റിയുള്ള
ആലങ്കാരിക പരാമർശമാണ് ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം. തിരുവചനത്തിലൂടെ ക്രിസ്തു നൽകുന്ന മാർഗനിർദ്ദേശം അനുസരിക്കുന്നതും വിനയപൂർവം അവനോട് ചേർന്ന് നടക്കുന്നതും ക്രിസ്തുവിൻ്റെ നുകത്തിൻ കീഴിലെ ആത്മീയ യാത്രയാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുവാൻ വിദ്യാർത്ഥി ആദരപൂർവം ഗുരുവിനോട് ചേർന്നിരിക്കണം. അതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളാകുന്ന നുകത്തിൻ കീഴിൽ അനുസരണത്തോടെ നടക്കുമ്പോൾ അവൻ്റെ വഴികളും കരുതലും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതായി, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നുകം മൃദുലമാണ് എന്ന് പറയുന്നത്? കരുണയില്ലാത്ത അധികാരികളെപ്പോലെ ശിക്ഷയും അമിതഭാരവും കൊണ്ട് കർത്താവ് നമ്മെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല. സുഖദുഃഖങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്ന സ്നേഹ ഇടയനാണ് ക്രിസ്തു. നമുക്ക് വഹിക്കാൻ കഴിയുന്ന ഭാരങ്ങളെപ്പറ്റി നമ്മുടെ ലോഡ് ലിമിറ്റ് എത്രയാണെന്ന് നമ്മുടെ കർത്താവിനറിയാം. അതിൽ കൂടുതൽ ഭാരം നമ്മുടെ ചുമലിൽ ഒരിക്കലും വയ്ക്കില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും, വഴി കാണിച്ചു തരും, അമിത ബലം നൽകി ശക്തരാക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നുകം മൃദുലമാണ് എന്ന് പറയുന്നത്. യെശയ്യാ 42:3. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. പാപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും കഠിന നുകങ്ങൾക്ക് പകരം സൗഖ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്നേഹകരങ്ങൾ നമ്മുടെ കർത്താവ് നമ്മുടെ ചുമലിൽ വയ്ക്കും. നമ്മുടെ കഷ്ടതകളുടെ കുരിശ് കർത്താവിൻ്റെ ചുമലിലാണ്. ആ ക്രൂശിൻ്റെ പിന്നറ്റം മാത്രമാണ് നമ്മൾ ചുമക്കുന്നത്. എന്നിട്ടും നമ്മൾ തളർന്നു പോകുന്നു, ഇല്ലേ? അപ്പോൾ കുരിശ് മുഴുവനും നമ്മുടെ ചുമലിലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നാലാമത്, ക്രിസ്തുവിൻ്റെ നുകം സ്വീകരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? കരുതുന്നവൻ കൂടെയുള്ളതുകൊണ്ട് ഹൃദയം കലങ്ങേണ്ട കാര്യമില്ല എന്ന ഒരു ഉറപ്പ് ഈ നുകത്തിൻ കീഴിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അത് വലിയൊരു കാര്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. ജീവിത സഹനങ്ങളിൽ ക്രിസ്തുവിൻ്റെ നുകം ആത്മശരീര മനസ്സുകളിൽ ആശ്വാസം പകരും. ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ തനിച്ചല്ല, നമ്മുടെ കർത്താവ് കൂടെയുണ്ട് എന്ന ധൈര്യവും ഉറപ്പും പ്രത്യാശയും നൽകും. ക്രിസ്തുവിൻ്റെ നുകത്തിൻ കീഴിൽ അനുസരണത്തോടെ നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ രൂപപ്പെടും. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ ശാഖയായി ജീവിക്കുമ്പോൾ നമ്മളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സമൃദ്ധമായി വിരിയും.
സങ്കീർത്തനക്കാരൻ്റെ ഉപദേശം നമുക്ക് ശ്രദ്ധിക്കാം. 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കില്ല. കർത്താവിൻ്റെ നുകത്തെപ്പറ്റി 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണ് ക്രിസ്തുവിൻ്റെ നുകം? ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിൽ നിൽക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നുകം മൃദുലമാണ് എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ നുകം സ്വീകരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മൃദുല നുകത്തിന് കീഴിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനും ഹൃദയം സമർപ്പിക്കുവാനും ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും നാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദിവ്യ സാന്നിധ്യത്തിലെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയുമൊക്കെ ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബ, ദാമ്പത്യ, ഇടയത്വ നിയോഗങ്ങളിലെ ഭാരങ്ങൾ വിസ്മയകരങ്ങളിൽ ഇറക്കി വയ്ക്കുവാനും ആശ്വസിക്കുവാനും അത്താണിയായി യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.